ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. കട്ടപ്പന 20 ഏക്കറിലുള്ള അങ്കണവാടിയിലെ പിള്ളേർക്ക് വെള്ളത്തിനുള്ള സൗകര്യം ഇല്ലാത്തതിനെക്കുറിച്ച്. വിവരം അറിഞ്ഞ അന്ന് തന്നെ കട്ടപ്പന ITI ജംഗ്ഷനിലുള്ള ഡെക്കാസ ഇലക്ട്രിക്കൽസിലെ പ്രസാദ് ഏട്ടൻ നമുക്കൊരു 500 ലിറ്ററിൻ്റെ വാട്ടർ ടാങ്ക് സ്പോൺസർ ചെയ്തിരുന്നു. അടുക്കളയിലേക്കും ടോയ്ലറ്റിലേക്കും ഉള്ള പ്ലംബിങ് ചെയ്യാനുള്ള മെറ്റീരിയൽസും തരാമെന്ന് പ്രസാദ് ഏട്ടൻ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ഒരാഴ്ചയായി ഈ ടാങ്ക് തന്നിട്ട്. അപ്പോൾ എൻ്റെ വൈഫിൻ്റെ ഡെലിവറിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. വന്ന ഉടനെ നമ്മൾ തന്നെ അതെല്ലാം പർച്ചേസ് ചെയ്ത് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഞാനൊരു പ്രൊഫഷണൽ പ്ലംബർ ഒന്നും അല്ല, അതുകൊണ്ട് പ്രസാദ് ചേട്ടന് ഒത്തിരി നഷ്ടം സംഭവിക്കാതിരിക്കാൻ വേണ്ടി കറക്റ്റ് മെഷർമെൻ്റ് ഒക്കെ എടുത്ത് പ്ലാൻ ചെയ്തിട്ടാണ് ഇതിൻ്റെ പൈപ്പും കപ്ലിങ്ങുകളൊക്കെ വാങ്ങിയത്. ഈ വീഡിയോ കാണുന്ന പ്രൊഫഷണൽ പ്ലംബർമാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണം. കാരണം ഇതിൻ്റെ ഒന്നും എക്സാക്റ്റ് പേരുകളൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ഞാൻ ഓരോന്ന് അങ്ങനെ കാണിച്ചും പറഞ്ഞും ഒക്കെ കൊടുത്തിട്ടാണ് ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. ടാങ്ക് യൂണിയൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അകത്തുനിന്ന് നല്ല ടൈറ്റായിട്ട് പിടിക്കണം. അതിന് വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തത് എൻ്റെ മോളായിരുന്നു. അവൾ നല്ല ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണ് കാര്യങ്ങൾ ചെയ്തത്. നിലവിൽ അങ്കണവാടിയിലേക്കുള്ള വെള്ളം കൊടുക്കുന്നത് കുറച്ച് മുകളിലായിട്ടുള്ള ഒരു പള്ളിയുടെ മഠത്തിൽ നിന്നാണ്. അപ്പോൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് 200 ലിറ്ററിൻ്റെ ഒരു ബാരലിൽ വെള്ളം കളക്ട് ചെയ്ത് വെച്ചിട്ട് ആവശ്യത്തിനുള്ള വെള്ളം അടുക്കളയിലേക്കും ടോയ്ലറ്റിലേക്കും ഒക്കെ ബക്കറ്റിൽ എടുത്തുകൊണ്ട് പോവുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനുള്ളൊരു പരിഹാരമായിട്ടാണ് നമ്മൾ ഈ ഒരു ടാങ്ക് വെച്ച് കൊടുത്ത് അതിന് പ്ലംബിങ്ങും ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ +2 പഠിക്കുമ്പോൾ ഞങ്ങളുടെ വീടെന്ന് പറയുന്നത് തൊടുപുഴ വെള്ളിയാമറ്റം ഗ്രാമത്തിൽ ഒരു ആറിൻ്റെ തീരത്ത് കുറച്ച് പുറമ്പോക്ക് ഭൂമിയിലുള്ള വീടായിരുന്നു. അപ്പോൾ അവിടെ ഒരു സെക്കൻഡ് ഹാൻഡ് വാട്ടർ ടാങ്ക് ഒക്കെ വെച്ച് പ്ലംബിംഗ് ഒക്കെ ചെയ്ത ഒരു എക്സ്പീരിയൻസ് മാത്രമാണ് എനിക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വർക്കിൽ എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കുക. നമ്മുടെ അങ്കണവാടിക്ക് വെള്ളം കൊടുക്കുന്ന മഠം അങ്കണവാടിയേക്കാൾ ഒരുപാട് ഉയരത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുപോലൊരു പൈപ്പ് ലൈൻ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈ പൈപ്പിലേക്ക് കണക്ട് ചെയ്ത് ടാങ്ക് ഫില്ല് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അങ്കണവാടിയിലെ ഒരു കുട്ടിയെ കൊണ്ടുവിടാൻ വേണ്ടി ഒരു പേരൻറ്റ് വന്നിരുന്നു. 20 ഏക്കറിൽ തന്നെയുള്ള ആൽബിൻ ത്രൂ ഔട്ട് ഈ ഒരു വർക്ക് തീരുന്നോടം വരെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൽബിന് ഒരുപാട് നന്ദി. ഒരു 2-2.5 മണിക്കൂർ കൊണ്ട് നമ്മൾ വർക്കൊക്കെ ഏകദേശം നല്ല രീതിയിൽ ഫിനിഷ് ചെയ്തു. വർക്ക് തീർന്നപ്പോഴത്തേക്ക് ഏകദേശം 3-3:30 ആയിരുന്നു. അപ്പോൾ പിള്ളേരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവരുടെ പേരൻസ് ഒക്കെ വന്നു. നേരത്തെ കളക്ട് ചെയ്ത് വെച്ചിരുന്ന 200 ലിറ്റർ ക്യാനിൻ്റെ അകത്തിരുന്ന വെള്ളമൊക്കെ വെച്ചിട്ട് നമ്മൾ പ്ലംബിങ് ചെയ്ത പുതിയ പൈപ്പ് ലൈനൊക്കെ ഒന്ന് ഫ്ലഷ് ചെയ്ത് റെഡിയാക്കി. സെയിം ഡേയിൽ നമുക്ക് ടാങ്ക് ഫില്ല് ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ നെക്സ്റ്റ് ഡേയിലാണ് നമ്മുടെ പുതിയ വാട്ടർ ടാങ്കിൽ വെള്ളം കളക്ട് ചെയ്യാൻ സാധിച്ചത്. അടുക്കളയിലെ ടാപ്പൊക്കെ ഓൺ ചെയ്തപ്പോൾ നല്ല അടിപൊളിയായിട്ട് വെള്ളം ഫോഴ്സിൽ വരുന്നൊക്കെ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ചേച്ചിക്കും ടീച്ചറിനും ഒക്കെ ഒരുപാട് സന്തോഷമായി. ഇനി നമുക്ക് പിള്ളേരുടെ കുഞ്ഞ് ടോയ്ലറ്റിലൊക്കെ വെള്ളം വരുന്നുണ്ടോ എന്ന് നോക്കാം. വെള്ളമൊക്കെ നല്ല സൂപ്പറായിട്ട് വരുന്നുണ്ട്. കുഞ്ഞ് ക്ലോസറ്റ് ഫ്ലഷൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിട്ട് വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും പണിയൊക്കെ ചെയ്തിട്ട് നമുക്ക് പണിക്കൂലി ചോദിച്ച് വാങ്ങണ്ടേ? നമ്മൾ പണിക്കൂലിയായിട്ട് ചോദിച്ച് വാങ്ങിയത് പിള്ളേരൊക്കെ കഴിച്ചതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്ന പണ്ട് കാലത്ത് നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്ന ആ ഉപ്പുമാവാണ്. പിള്ളേർ കഴിക്കേണ്ട ഉപ്പുമാവ് കഴിച്ചു തീർത്തു എന്നായിരിക്കും ചിലരെങ്കിലും നെഗറ്റീവ് കമൻറ്റ് ഇടാൻ പോകുന്നത്. അപ്പോൾ അവരോടായിട്ട് പറയട്ടെ, എൻ്റെ ഇളയ മോള് ഇവിടെയാണ് പഠിക്കുന്നത്. അപ്പം മോളുടെ വീതമായിട്ട് കൂട്ടിയാൽ മതി. അപ്പോൾ താങ്ക്